ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന മികച്ചൊരു 5 മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ പെടുന്നൊരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി തന്നെയാണ് തഷ്കൻ മെഡിക്കൽ അക്കാഡമി എന്ന് പറയുന്നത്. കഴിഞ്ഞൊരു 3-4 വർഷങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്ന ഒരു 3-4 യൂണിവേഴ്സിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ അതിലും തഷ്കൻ മെഡിക്കൽ അക്കാഡമി പെടുമായിരുന്നു. പക്ഷെങ്കിൽ കഴിഞ്ഞൊരു 1.5 മാസമായിട്ട് തഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ പേരിൽ പലതരത്തിലുള്ള കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. തഷ്കൻ മെഡിക്കൽ അക്കാഡമിയിൽ അഡ്മിഷൻ ഈ വർഷം പോസിബിൾ ആണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിലൊക്കെ വളരെ വലിയ കൺഫ്യൂഷൻസ് ആണ് നിലനിൽക്കുന്നത്. ഇതിന് മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഏപ്രിൽ മാസം 23-ാം തീയതി ഉസ്ബെക്കിസ്ഥാൻ ഗവൺമെൻറ് തന്നെ ഒരു ഓർഡിനൻസിലൂടെ തഷ്കൻഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 3 മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ, അതായത് തഷ്കൻ മെഡിക്കൽ അക്കാഡമി, തഷ്കൻ പീഡിയാട്രിക്, ദെൻ തഷ്കൻ ദന്തൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ ഒരു 3 യൂണിവേഴ്സിറ്റികളെയും കൂടെ മെർജ് ചെയ്തുകൊണ്ട് തഷ്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ പുതിയൊരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് എന്നൊരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു. പക്ഷേങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് ഇന്ന് നിലനിൽക്കുന്നത്. സോ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഷ്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ഇങ്ങനൊരു പുതിയൊരു യൂണിവേഴ്സിറ്റി ഈ ഒരു 3 കോളേജുകളെയും കൂടെ മെർജ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം. അതുകൂടാണ്ട് കറൻ്റിലി ജൂൺ 4-ാം തീയതി ഏകദേശം ഒരാഴ്ചയ്ക്ക് മുന്നേ തഷ്കൻ മെഡിക്കൽ അക്കാഡമി തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ വേറൊരു കാര്യം അറിയിക്കുകയുണ്ടായി. തഷ്കൻ മെഡിക്കൽ അക്കാഡമിയിൽ അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ MBBS അഡ്മിഷൻസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ജൂലൈ എൻഡ്, അതായത് ഓഗസ്റ്റ് മുതലേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലി തന്നെ അവർ അറിയിക്കുകയുണ്ടായി. സോ ഈ ഒരു 2 കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്തായിരിക്കും സ്റ്റുഡൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂസ്, ഇത് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇത് സ്റ്റുഡൻസിന് തലവേദന ആകുമോ എന്നുള്ളൊരു കാര്യമൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഫോം ചെയ്യുന്ന സമയത്ത് ആ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി എനിഹൗ എന്തുണ്ടാവണം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ലിസ്റ്റിൽ വരേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ കറൻ്റ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, തഷ്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി നമ്മുടെ WDOMS-നകത്ത് ലിസ്റ്റഡ് ആയിട്ടില്ല. നമുക്ക് WDOMS-നകത്ത് മാത്രം ലിസ്റ്റഡ് ആയാൽ പോരാ, നമ്മൾ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി WDOMS-നകത്ത് ലിസ്റ്റഡ് ആവുന്നതിനോടൊപ്പം തന്നെ അതിന് ECFMGയുടെ അക്രഡേഷന് പോകണം, അതുകൂടാണ്ട് WFME അക്രഡേഷന് പോകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഇനിയും 1 by 1 ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എനിഹൗ അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെ വളരെ അർജൻറ്റായിട്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് പുതിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഷ്കൻ മെഡിക്കൽ അക്കാഡമിയെയും പീഡിയാട്രിക്കിനെയും ദന്തലിനെയും മെർജ് ചെയ്തുകൊണ്ട് പുതിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു നോട്ടിഫിക്കേഷനകത്ത് തഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റുഡൻസിനെ പലതരത്തിലും ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ ക്ലിനിക്കും അതുകൂടാണ്ട് പീഡിയാട്രിക്കിൻ്റെ ക്ലിനിക്കും ദന്തലിൻ്റെ ക്ലിനിക്കും നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാണ്ട് ടർമീസിലുള്ള തഷ്കൻ മെഡിക്കൽ അക്കാഡമിയുടെ ബ്രാഞ്ചിനെ തഷ്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ടർമീസ് ബ്രാഞ്ച് എന്ന രീതിയിൽ അറിയപ്പെടും എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് വരുന്നൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 3 കോളേജുകളെയും മെർജ് ചെയ്തുകൊണ്ട് തഷ്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാകുമെന്ന് പറയുമ്പോഴും അവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്യാമ്പസുകൾ തഷ്കൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ക്യാമ്പസ്, സെക്കൻഡ് ക്യാമ്പസ്, തേർഡ് ക്യാമ്പസ് നമ്പർ 1, 2, 3 എന്ന പേരിലായിരിക്കും അറിയാനായിട്ട് പോകുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. സോ അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ ഒരു യൂണിവേഴ്സിറ്റി വന്നാൽ ആ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ക്യാമ്പസുകൾ എന്ന രീതിയിൽ 1, 2, 3 എന്നൊരു സിസ്റ്റത്തിലോട്ടാണോ ഇത് പോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഇല്ല, ഇതൊരു ടോട്ടലി മെർജിങ് ആണ് വരുന്നത് എങ്കിലും വീണ്ടും ഒരു ഹെഡേക്ക് ഇവിടെയുണ്ട്. അതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തഷ്കൻ മെഡിക്കൽ അക്കാഡമിയും തഷ്കൻ പീഡിയാട്രിക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 19 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. ഇനി നമ്മൾ തഷ്കൻ ദന്തലും തഷ്കൻ മെഡിക്കൽ അക്കാഡമിയുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 17 കിലോമീറ്റേഴ്സിന് മേലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. ദെൻ പീഡിയാട്രിക്കും ദന്തലും തമ്മിൽ ഏകദേശം ഒരു 13 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന 3 ക്യാമ്പസുകളും മെർജായി ഇനി പറയുന്ന സ്റ്റുഡൻസിന് ഈ 3 ക്യാമ്പസുകളിലും ഒരുപോലെയാണ് ക്ലാസ്സസ് നടക്കാനായിട്ട് പോകുന്നത് എങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. രാവിലെ TMAയുടെ ക്യാമ്പസിൽ വെച്ച് ക്ലാസ് നടക്കുന്ന ഒരു കുട്ടിക്ക് ഉച്ചയ്ക്ക് ശേഷം പീഡിയാട്രിക്കിൻ്റെ ക്യാമ്പസിലാണെങ്കിൽ 18 കിലോമീറ്റർ അവർ ട്രാവൽ ചെയ്ത് പോകേണ്ടി വരും. അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളൊരു കാര്യം
അതാണ് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, സോ അപ്പോൾ അതിനൊരു സാധ്യത ഇതിനകത്ത് കാണുന്നില്ല. ആസ് പെർ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എന്താണ്, താഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് നമ്പർ 1, 2, 3 എന്ന പേരിലായിരിക്കും അറിയാൻ പോകുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത് വരാൻ പോകുന്നൊരു പ്രശ്നം ഞാൻ പറയട്ടെ. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അഡ്മിഷൻ എടുത്തതിന് ശേഷം താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ ക്യാമ്പസിൽ ഇരുന്ന് പഠിക്കുമോ, പീഡിയാട്രിക്കിൻ്റെ ക്യാമ്പസിൽ ഇരുന്ന് പഠിക്കുമോ, ദന്തലിൽ ഇരുന്ന് പഠിക്കുമോ എന്നുള്ളൊരു കാര്യം സ്റ്റുഡൻറ്റ് അവിടെ എത്തിയതിന് ശേഷം മാത്രമേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ബിക്കോസ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻറ്റ് മേ ബി അവിടെ റീച്ച് ആവുന്നതിന് ശേഷമായിരിക്കും എന്താണ് അലോട്ട് ആവാനായിട്ട് പോകുന്നത്. ഇനിയില്ല അഡ്മിഷൻ ലെറ്ററിൽ തന്നെ താഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് നമ്പർ 1 അല്ലെങ്കിൽ 2, 3 അഡ്മിറ്റ് ആയി എന്ന് വരുന്നത് എങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. സോ ഇത് ഞാൻ പറയാനായിട്ടുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞൊരു കൺട്രി എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ അഡ്മിഷൻ്റെ പേരിൽ സ്കാം നടത്തിയ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയിലാണ്. അത് യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്നല്ല കേട്ടോ നടന്നേക്കുന്നത്, ഏജൻസിൻ്റെ സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ പിള്ളേർ പറ്റിക്കപ്പെട്ടൊരു യൂണിവേഴ്സിറ്റി താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയാണ്. ബിക്കോസ് സെപ്റ്റംബറിൽ അഡ്മിഷൻ ക്ലോസ് ആയിട്ട് സെപ്റ്റംബറിൽ അഡ്മിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വിസിറ്റ് വിസയിൽ കുട്ടികളെ കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കുകയും അതുകൂടാണ്ട് ട്രാൻസ്ഫർ അഡ്മിഷൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വിസിറ്റ് വിസയിൽ അവിടെ കുട്ടികളെ കൊണ്ടുപോയി താമസിക്കുകയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്തു, പിള്ളേരുടെ ഫ്യൂച്ചർ കളഞ്ഞ കുറേയേറെ കൺസൾട്ടൻസ് എന്തുണ്ട് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കാര്യത്തിൽ യൂണിവേഴ്സിറ്റി ഒരു പ്രോപ്പർ തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ കുട്ടികൾ വലയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ എനിഹൗ ബിഫോർ സ്റ്റാർട്ടിങ് ദ അഡ്മിഷൻ തന്നെ യൂണിവേഴ്സിറ്റി ഈ ഒരു കാര്യത്തിൽ ഒരു കൺഫർമേഷൻ പറയുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. വൺസ് എന്താണ് അഡ്മിഷൻ ലെറ്ററിൽ ഇതിനകത്ത് ക്യാമ്പസ് നമ്പർ 1 ആണോ 2 ആണോ 3 സ്റ്റുഡൻറ്റ് ഇരുന്ന് പഠിക്കാൻ പോകുന്നത്, ഇനി ഇല്ല എന്നാണ് ഇതെല്ലാം കൂടെ മെർജ് ചെയ്ത് സിംഗിൾ ക്യാമ്പസാണ്, ഈ 3 കൂടിയാണ് ക്ലാസ്സസ് നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ ബിഫോർ എന്താണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ രണ്ടാമത് വന്നിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ, അതായത് നമ്മുടെ ജൂൺ 3 തീയതി വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷന് വേണ്ടി എന്തായാലും എന്തുണ്ട് ഒരു സൂമിലൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് 2025 ജൂലൈ അതുകൂടെ ജൂൺ ജൂലൈയിൽ എന്തായാലും അഡ്മിഷൻസ് എന്താണ് ടേക്ക് പ്ലേസ് ആവാനായിട്ട് പോകുന്നില്ല. അഡ്മിഷൻസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ എനിഹൗ കറൻ്റ്ലി താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി കൺഫ്യൂസിങ് ആണ്. മെയിനായിട്ട് നിൽക്കുന്ന പ്രോബ്ലംസ് 3 പ്രോബ്ലംസാണ് നിൽക്കുന്നത്. ഒന്ന്, ഈ പറയുന്ന പുതിയ യൂണിവേഴ്സിറ്റി ഇതുവരെ WDOMSലോ അല്ലെങ്കിൽ ECFMGയുടെ എന്താണ് അപ്രൂവൽസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല. WDOMSൽ വന്നാൽ മാത്രമേ അവർക്ക് ബാക്കിയുള്ള പ്രോസസ്സിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ എനിഹൗ WDOMSൽ പോലും എന്ത് ചെയ്തിട്ടില്ല, ഇത് ലിസ്റ്റഡ് ആയിട്ടില്ല. പിന്നെ രണ്ടാമതൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3 കൂടെ മെർജ് ചെയ്തൊരു സിംഗിൾ ക്യാമ്പസ് ആണെങ്കിൽ ഈ കുട്ടികൾ ഈ 17-18 കിലോമീറ്ററൊക്കെ താണ്ടി ഈ ക്ലാസ്സിനൊക്കെ പോകാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇനി മൂന്നാമത് നിൽക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഈ 1, 2, 3 എന്ന രീതിയിലാണ് ഈ ക്യാമ്പസുകൾ അറിയപ്പെടുന്നത് എങ്കിൽ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ ഈ ക്യാമ്പസ് നമ്പർ 1 2 3 അഡ്മിറ്റ് ആകുന്നത് എന്നുള്ളൊരു കാര്യം യൂണിവേഴ്സിറ്റി അറിയിക്കുമോ എന്നുള്ളൊരു കാര്യം വലിയ ചോദ്യം തന്നെയാണ്. ഇനി അറിയിക്കാതെയാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ സ്റ്റുഡൻറ്റ് എവിടെയാണ് പോയിരുന്ന് പഠിക്കുന്നതെന്ന് ഉസ്ബെക്കിസ്ഥാനിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ അടുത്ത് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് മുതലാണ്. ഇനിയിപ്പോൾ ഇവർ വന്നിട്ട് പറയുകയാണ് ഓഗസ്റ്റിൽ പറയുകയാണ് നമ്മൾ ഈ വർഷം അഡ്മിഷൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വലയാനായിട്ടും ചാൻസ് ഉണ്ട്. സോ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ ഈ കറൻ്റിലി ഉള്ളൊരു സ്റ്റാറ്റസ് ഈ വർഷത്തെ അഡ്മിഷൻസ് കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റുഡൻസ് അവിടെ പോയിട്ട് എന്താണ് സംഭവിക്കുക എന്നതിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും ഉള്ളത്. പിന്നെ ഇനി വരാനായിട്ട് പോകുന്ന അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റിഗാർഡിങ് ഹോസ്റ്റലാണ്. സോ ഈ ഒരു 3 യൂണിവേഴ്സിറ്റിയും മെർജ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റുഡൻസ് എവിടെയായിരിക്കും ഹോസ്റ്റലിൽ നിൽക്കാനായിട്ട് പോകുന്നത്, ഏത് ഹോസ്റ്റൽ ചൂസ് ചെയ്യും, അത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിന് എന്താണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. സോ എനിഹൗ നമുക്ക് വിശ്വസിക്കാം താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയിൽ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്താണ് നമ്മൾ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനുമുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ആൻസർ ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ എന്തായാലും എന്താണ് വിദേശ MBBS പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എബ്രോഡ് MBBSുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.